Hello everyone. Today we have with us Safna Nazarudeen, who secured rank 45 in last year's civil service exam. She achieved this feat at the young age of 23. So welcome Safna to this interview. Thank you, sir. പലരോടും പറയുമെങ്കിലും many people don't execute that. So ആ എക്സിക്യൂഷനിൽ ഫോക്കസ് ചെയ്ത് സഫ്ന നിന്നതുകൊണ്ട് തന്നെയാണ് ഈ അച്ചീവ്മെന്റ് പറ്റിയത്. And again, congrats on that. Thank you, sir. People would think super brainy ആയിരിക്കണം ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ. അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. ലൈക്ക് ഐ ടോൾഡ് ഏർലിയർ, കുറച്ച് ടാലൻറ്റ് എല്ലാവർക്കും കാണും, കുറച്ച് വീക്ക് ഏരിയാസ് കാണും. യു കറക്റ്റ് ഇറ്റ്. എൻ്റെ ഫസ്റ്റ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഐ ഹാഡ് ജസ്റ്റ് ആൻസേർഡ് 9 ക്വസ്റ്റ്യൻ. ആ 9 ക്വസ്റ്റ്യൻ കുറച്ച് ആവറേജ് ആണ്, കുറച്ച് ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു എസ്സേ എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇറ്റ് ക്ലിക്സ് എന്ന്. യു ഗേവ് മീ ദ ഫീഡ്ബാക്ക് ദാറ്റ് എൻ്റെ എസ്സേ ഈ ഒരു മോഡലിൽ നല്ലതാണ്. സോ യു റൈറ്റ് ആൻ എസ്സേ, ദെൻ ഒരു ഫീഡ്ബാക്ക് എടുക്കുക ആൻഡ് ദെൻ വർക്ക് അപ്പോൺ ദാറ്റ്. നമ്മുടെ സ്റ്റൈൽ എപ്പോഴും കൊണ്ടുപോകുന്നതും കണ്ടിന്യൂ ചെയ്യുന്നത് വുഡ് ബി ബെറ്റർ. സോ എഗെയിൻ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സോ love to borrow your essay notebook. Thank you. Hello everyone. Today we have with us Safna Nazarudeen, who secured rank 45 in last year's civil service exam. She achieved this feat at the young age of 23. So welcome Safna to this interview. Thank you, sir. Safna, first of all, congrats on this achievement. Thank you, sir. Good. Safna, one of the first steps in any journey is preparing a good plan. Yes, sir. And knowing how to reach the destination. So how did you go about this planning process? So first I went through the syllabus. UPSC examination syllabus, every one of us know, കുറച്ച് vast syllabus ആണ്. We have to cover multiple areas, അല്ലെങ്കിൽ ഒരുപാട് സബ്ജക്ട്സ് കവർ ചെയ്യാനുണ്ട്. So without understanding what the syllabus is, അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ്റെ ഡിമാൻഡ് മനസ്സിലാകാതെ we cannot start with a plan. So first what I did was I went through the syllabus some 4-5 times so that I am thorough with the idea that ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഫസ്റ്റ് അതാണ് ഞാൻ ഗെയിൻ ചെയ്തത്. The next thing I did was previous year question papers നോക്കി, so that UPSC എന്താണ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാകണം. Once I understood both these things, then I started planning. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയും. ബിക്കോസ് ഐ ഹാഡ് എ പ്ലാൻ. ഫസ്റ്റ് മന്ത് ഞാൻ ജൂൺ 2018 ഫോർച്യൂണിൽ ജോയിൻ ചെയ്തതും. സോ ദ ഫസ്റ്റ് 1 month പ്ലാൻ ഇല്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദീസ് പ്രോസസ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഐ വാസ് അറ്റൻഡിങ് ക്ലാസ്സസ്, പഠിക്കുമായിരുന്നു, ഡെയിലി പഠിക്കുമായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് ഒരു പ്രോസസ്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് ഓഫ് ദാറ്റ് പ്രോസസ് ആയിരുന്നു. ഈ ഒരു ലൈക്ക് എവറി ഡേ മോർണിംഗിൽ ന്യൂസ് പേപ്പർ വായിക്കണോ, ആഫ്റ്റർ ക്ലാസ്സസ് ഇത് റിവൈസ് ചെയ്യണോ, ഷുഡ് ഐ സ്റ്റാർട്ട് NCRTs, അങ്ങനെ ദാറ്റ് 1 month വാസ് അബൌട്ട് ഹൗ ടു സ്റ്റാർട്ട് ദീസ് പ്രോസസ് എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ദി സോളിഡ് പ്ലാൻ സ്റ്റാർട്ടഡ് ഫ്രം ജൂലൈ. സോ എൻ്റെ പ്ലാൻ വാസ് എവറി ഡേ എന്ത് പോർഷനാണ് പഠിക്കേണ്ടത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് 8 to 10 ഇറ്റ് വുഡ് ബി ന്യൂസ് പേപ്പർ എവറി ഡേ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഒരു ദിവസം ഏത് സബ്ജക്റ്റിൻ്റെ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, ആഫ്റ്റർ ദാറ്റ് ക്ലാസ്സസിന് ശേഷം എന്താ റിവൈസ് ചെയ്യേണ്ടത്, I used to write that in a notebook, and by these 2 years end ആയപ്പോൾ എൻ്റെ 2 notebooks കംപ്ലീറ്റും ആയിട്ടുണ്ട്. സോ ഐ ഹാഡ് these 2 notebooks ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഈ 2 നോട്ട്ബുക്കും പ്ലാനിങ് മാത്രമാണ്. ദെൻ സം പേജസ് വുഡ് ബി ലൈക്ക് കുറച്ച് എക്സ്ട്രീം സ്ട്രെസ് ആകുമ്പോൾ റീഡിംഗ് റൂമിലിരുന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ എക്സ്ട്രീം സ്ട്രെസ് ആകുമ്പോൾ അതിൽ കുറച്ച് പേജസിൽ ഇറ്റ് വുഡ് ബി കുറച്ച് മോട്ടിവേറ്റിംഗ് സ്റ്റാഫൊക്കെ എഴുതും. മോസ്റ്റ്ലി ഇത് രണ്ടുമാണ്. സോ 2 നോട്ട്ബുക്ക് എനിക്ക് എൻറ്റയർലി പ്ലാനിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. ദാറ്റ് പ്ലാൻ യൂസ് ടു വേരി ആക്ച്വലി. ഫസ്റ്റ് 2 months എൻ്റെ NCRTs ആയിരുന്നു. ദെൻ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫോർച്യൂണിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അത് ഓറിയൻറ്റ് ചെയ്തായിരുന്നുള്ള പ്ലാൻ. ആഫ്റ്റർ ദാറ്റ് Jan 2019 ആൻഡ് Feb 2019 ഓപ്ഷണലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ ദാറ്റ് ടൈം പ്ലാനിൽ മോസ്റ്റ്ലി ഓപ്ഷണൽ പ്രിപ്പറേഷൻ. ദ 3 months ബിഫോർ പ്രിലിംസ്, ദാറ്റ് ഇസ് Feb, March and April, March, April and May, it was all about prelims preparation. So the thing went like every day ഞാൻ mock test എടുക്കും, comprehensive test എടുക്കും.
ഐ വുഡ് അനലൈസ് ദ ടോപ്പിക്സ് ഐ എം വീക്ക് അറ്റ്, ഏതൊക്കെ ഏരിയാസ് ആണ് വീക്ക് എന്ന് മനസ്സിലാക്കും. സോ അങ്ങനെയാണ് ആ ഒരു ടൈമിൽ പ്ലാൻ വെൻറ്റ്. വൺസ് പ്രിലിംസ് ഗോട്ട് ഓവർ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ആണ്. സോ ദീസ് പ്ലാൻ യൂസ് ടു വേരി, പക്ഷേ ഐ ഹാഡ് എ പ്ലാൻ എവറി ഡേ. ഗുഡ് ഗുഡ്. സഫ്ന, പലർക്കും സംഭവിക്കുന്നത് പേപ്പറിൽ ഒരു പ്ലാൻ കാണും, പക്ഷെ എക്സിക്യൂഷനിലേക്ക് വരുമ്പം ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് വരും, അവർക്ക് കോഴ്സ് കറക്ഷൻ പറ്റാറില്ല. കാരണം തുടക്കത്തിലെ പ്ലാൻ പലപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ തുടക്കത്തെ പ്ലാൻ ഇസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ അല്ലേ? വി മെനി ടൈംസ് ഹാവ് ടു ചേഞ്ച് ഇറ്റ്. സോ ഹൗ ഡിഡ് യു ഗോ അബൌട്ട് ദ എക്സിക്യൂഷൻ പാർട്ട് ആൻഡ് വാട്ട് വെർ ദ ചാലഞ്ചസ് ഇൻ എക്സിക്യൂട്ടിംഗ് എ പ്ലാൻ? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, വി വുഡ് റൈറ്റ് ഇന്ന് കുറച്ചധികം ടോപ്പിക്സ് പഠിക്കണം. എവറി ആസ്പിറൻറ്റ് ആസ് ദാറ്റ്. പക്ഷേ അത്രയൊന്നും പഠിച്ച് തീരണമെന്നില്ല. ആൻഡ് മോസ്റ്റ് ഡേയ്സ് നമ്മൾ അതിലൊരു 2 സംഭവങ്ങളും ചെയ്യില്ല. ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മൾ അത് ഓർത്ത് പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ഹാവ് 1 or 2 years ഉണ്ട് ഇത് പഠിച്ചെടുക്കാനായിട്ടും. ഈ ഒരു എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ഇസ് 1 year. സോ ഒരു 2 year ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ദിവസം ഇത്ര പഠിക്കാൻ ഉദ്ദേശിച്ചു, അത്രയും പഠിച്ചില്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആ ഒരു വീക്കെൻഡിൽ യു ക്യാൻ ഗിവ് എ ഡേ, അന്നത് റിവൈസ് ചെയ്യാം, cover the topics that we have not covered. So challenges would be time management, because I had classes, എനിക്ക് എന്നും 1:30 5:30 ഫോർച്യൂണേറ്റ് ക്ലാസ്സസ് ഉണ്ട്, 6 to 8 ഓപ്ഷണൽ ക്ലാസ്സസ് ഉണ്ട്. സോ ഇത്രയും ക്ലാസ്സസിന് ശേഷമാണ് പഠിക്കാനുള്ളൊരു സമയം കിട്ടുന്നത്. സോ ടൈം മാനേജ്മെൻറ്റ് വാസ് എൻ ഇഷ്യൂ. ബട്ട് ദെൻ ബാക്കിയുള്ള ടൈം എങ്ങനെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചു. ആൻഡ് അതിൻ്റെ ബേസിസിൽ ആ കിട്ടിയ ടൈം ഐ ഹാഡ് ബെനിഫിഷ്യലായിട്ട് തന്നെ യൂസ് ചെയ്തു. സോ ദാറ്റ് വാസ് അബൌട്ട് ടൈം മാനേജ്മെൻറ്റ്. ദ സെക്കൻഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഇൻ ദിസ് എക്സിക്യൂഷൻ വുഡ് ബി സ്ട്രെസ് ആണ്. നമുക്കറിയാം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ ദേ വർ ഡൂയിങ് PG. സോ ദേ വുഡ് ബി എൻജോയിങ്, അങ്ങനെ ഒരു ഫേസ് ആയിരിക്കും. സോ അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ടെൻസ്ഡ് ആകും. ദെൻ അഗെയിൻ ഇത് പഠിച്ച് തീരുമോ? ദേ വർ ഡേയ്സ് വെൻ വീട്ടിൽ പോയിട്ട് ഐ ഫെൽ സോ സാഡ്, ഇത് പഠിച്ച് തീർക്കാൻ പറ്റുമോ, ഈ എക്സാം ക്ലിയർ ആകുമോ? ആൻഡ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എവ്രി വൺസ് ജേർണി ഐ വുഡ് സേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കുക, ദാറ്റ് യു ആർ ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ആ ഒരു ബിലീഫ് കൊടുക്കുക ആൻഡ് കിട്ടുന്ന ടൈം മാക്സിമം വർക്ക് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ദ തേർഡ് തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ അബൌട്ട് ഇസ് നമ്മുടെ വീക്ക്നെസ് അറിയുക. ലൈക്ക് എവറിബഡി ഹാസ് വീക്ക് ഏരിയാസ്, എല്ലാവർക്കും കുറച്ച് സ്ട്രോങ് ഏരിയാസ് കാണും. ദിസ് പ്രോസസ് ഇസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് അവർ സെൽസ്. നമ്മൾ എത്ര നന്നായിട്ട് നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്നോ അത്രയും ബെറ്റർ ചാൻസസ് വി ഹാവ് ഓഫ് ക്ലിയറിംഗ് ദിസ് എക്സാമിനേഷൻ. സോ എൻ്റെ വീക്ക് ഏരിയാസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഒരു പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തപ്പോൾ ഇപ്പം ഒരു ടെസ്റ്റ് എടുക്കുകയാണ്. ഐ ഹാഡ് 1 plan വാസ് ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നു. സോ ആ ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റിന് ശേഷം ഐ വുഡ് സിറ്റ് ആൻഡ് അനലൈസ് ഏതൊക്കെ വീക്ക് ഏരിയാസ് ആണ്. ആ വീക്ക് ഏരിയാസ് മനസ്സിലാക്കിയിട്ട് ദെൻ ഐ യൂസ് ടു ഗിവ് മോർ കോൺസെൻട്രേഷൻ ഓൺ ദാറ്റ്. പേഴ്സണലി പറയുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക് ഏരിയ ആണ്. സോ ഐ യൂസ് ടു മേക്ക് നോട്ട്സ്, വളരെ സിമ്പിൾ കൺസെപ്റ്റ്സ് ലൈക്ക് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GSLV ആൻഡ് PSLV, അല്ലെങ്കിൽ RNA DNA വൈറസ് ഡിഫറൻസ്. ഇതൊക്കെ ഐ ഹാഡ് മെയ്ഡ് നോട്ട്സ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് സർ. ആൻഡ് എല്ലാ ചാലഞ്ചും നമ്മൾ ഫേസ് ചെയ്യണം. ദാറ്റ് വുഡ് ബി മൈ അഡ്വൈസ് അല്ലെങ്കിൽ മൈ സജഷൻ. യു ഫേസ് എവറി ചാലഞ്ച്. എല്ലാ ചാലഞ്ചും ഫേസ് ചെയ്യുക. ദർ ഇസ് എ സൊല്യൂഷൻ ടു എവറി ചാലഞ്ച്. സോ ആ ഒരു സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തി വർക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ആസ് ഇൻ ഫൈൻഡിങ് യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ് ആൻഡ് വർക്കിംഗ് ഓൺ യുവർ വീക്ക്നെസ്, ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സഫ്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ദാറ്റ് ഇറ്റ് വാസ് ഈസി ഫോർ യു, ഓർ ദാറ്റ് യു വെർ ഓൾവേസ് ഇൻ എ വെരി സ്ട്രെയിറ്റ് ലീനിയർ പാത്ത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ കേസ് അല്ലേ? സഫ്ന ഫസ്റ്റ് എഴുതിയ പ്രിലിംസ് ടെസ്റ്റ് സീരീസും ലാസ്റ്റ് എഴുതിയ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെയും പെർഫോമൻസ് വാസ് വെരി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും കേസിൽ ഫസ്റ്റ് അപ്പിയർ ചെയ്തപ്പോഴും ലാസ്റ്റ് അപ്പിയർ ചെയ്തപ്പോഴും യുവർ പെർഫോമൻസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. That improvement was primarily because you were willing to do the self-introspection and correct on your weakness. I think that hats off to you for doing that. പലരോടും പറയുമെങ്കിലും many people don't execute that. So ആ എക്സിക്യൂഷനിൽ ഫോക്കസ് ചെയ്ത് സഫ്ന നിന്നതുകൊണ്ട് തന്നെയാണ് ഈ അച്ചീവ്മെൻറ്റ് പറ്റിയത്. And again, congrats on that. Thank you, sir. Like, I would like to elaborate ഈ ഒരു പാർട്ടിൽ. സെൽഫ് ഇൻട്രോസ്പെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർ. ലൈക്ക് പീപ്പിൾ വുഡ് തിങ്ക് സൂപ്പർ ബ്രെയിനി ആയിരിക്കണം ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ. അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. ലൈക്ക് ഐ ടോൾഡ് ഏർലിയർ, കുറച്ച് ടാലൻറ്റ് എല്ലാവർക്കും കാണും, കുറച്ച് വീക്ക് ഏരിയാസ് കാണും. യു കറക്റ്റ് ഇറ്റ്. എൻ്റെ ഫസ്റ്റ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഐ ഹാഡ് ജസ്റ്റ് ആൻസേർഡ് 9 questions. ആ 9 questions കുറച്ച് ആവറേജ് ആണ്, കുറച്ച് ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് ദിസ് ഒരുപാട് ടെസ്റ്റ് ഞാൻ ഫോർച്യൂണലി എടുത്തിട്ടുണ്ട്. അതിൽ കുറേ ടെസ്റ്റ് ഒന്നും ഐ ഹാഡ് നോട്ട് കംപ്ലീറ്റഡ് ദ പേപ്പർ അറ്റ് ഓൾ. എൻ്റെ ലാസ്റ്റ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ആയപ്പോഴാണ് ഐ ഫിനിഷ് ദ പേപ്പർ. ദാറ്റ് ഈസ് ഐ അറ്റംപ്റ്റഡ് ഓൾ ദ 20 questions. സോ ഇതൊരു പ്രോസസ്സാണ് വിച്ച് വേർ വി ഹാവ് ടു കറക്റ്റ് അവർ സെൽസ്. നമ്മുടെ ജേർണിയിൽ കുറച്ച് മിസ്റ്റേക്സ് കാണും, അത് കറക്റ്റ് ചെയ്യുക.
എൻ്റെ ഒരു മെയിൻസ് ആൻസറിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ സർ, ഫസ്റ്റ് എഴുതിയപ്പോൾ ഒരു പ്രോപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ച് പോയിന്റ്സ് വിസിബിൾ ആക്കുക, എക്സാമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതൊന്നും എനിക്കറിയില്ല. നിതിൻ സാർ വാസ് മൈ മെൻറ്റർ. എൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഫുൾ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്തതും ഫീഡ്ബാക്ക് തന്നതും സാറാണ്. സോ ഹി യൂസ് ടു ടെൽ മീ, ഇപ്പം എത്തിക്സിന് ഫസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രോ. സോ വൺസ് ഹി ടോൾഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. ഞാനത് ചെയ്തു. സാറിൻ്റെ സജഷൻസ് ഒക്കെ സ്വീകരിക്കുകയും അതനുസരിച്ച് ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു നോ ദാറ്റ് യു ഹാവ് എൻ ഇഷ്യൂ, കറക്റ്റ് ഇറ്റ്. ഗുഡ്. സോ സഫ്ന ഇപ്പം മെയിൻസ് ആൻസർ റൈറ്റിംഗിനെ കുറിച്ച് പറയുമായിരുന്നു. സോ വിൽ ഡ്വെൽ എ ബിറ്റ് ഓൺ ദാറ്റ്. യെസ് സർ. സഫ്ന പറഞ്ഞു ഫസ്റ്റ് ആൻസർ പോലെ ആയിരുന്നില്ല ലാസ്റ്റ് ആൻസർ. സോ ക്യാൻ യു ഗീവ് സം വാല്യൂ ആഡിങ് ടിപ്സ് ടു പീപ്പിൾ ഹു ആർ ഗോയിങ് ടു റൈറ്റ് ദ മെയിൻസ്? എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന പോയിന്റ്സ് ആഡ് ചെയ്തത് കൊണ്ടായിരിക്കാം, ഓർ എൻ്റെ അപ്രോച്ച് ഇങ്ങനെ ഞാൻ മാറ്റിയത് എടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കിട്ടിയത്, എക്സ്ട്രാ കുറച്ച് മാർക്ക് കിട്ടിയത്. വാട്ട് വർ ദ തിങ്സ് ദാറ്റ് യു ട്രൈ ടു ഇംപ്ലിമെന്റ് ഡിഫറെൻ്റ്ലി? സർ, ഒരു ബുക്ക് ലിസ്റ്റ് ഐ ഹാഡ് ഫോളോഡ് ദാറ്റ് ഐ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള PDF വിൽ അറ്റാച്ച് ഇറ്റ്. ദ തിങ്സ് ഐ ഡിഡ് വാസ്, ഞാൻ പേപ്പർ വൈസ് പറയാം. ഫോർ GS1 ഹിസ്റ്ററി ആണെങ്കിൽ ലൈക്ക് നമ്മൾ പ്രിലിംസിന് പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. എവറിത്തിങ് ഈസ് വാട്ട് വി ഹാഡ് ലേൺ ഫോർ പ്രിലിംസ്. സോ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഹിസ്റ്ററിക്ക് ദി ഒൺലി തിങ് ഐ ഡിഡ് വാസ് കുറച്ച് ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്തു. ആൻഡ് എക്സാമ്പിൾസ്, ലൈക്ക് വി തിങ്ക് ഹിസ്റ്ററിയിൽ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ദാറ്റ്സ് ആക്ച്വലി റോങ്. ഐ ടെൽ ഇറ്റ്. നമുക്ക് ഇത്തവണ മെയിൻസ് എക്സാമിനേഷന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ദ 1857 അപ്രൈസിംഗ് വാസ് ദി റിസൾട്ട് ഓഫ് 100, ആ ഒരു പ്രിസീഡിങ് 100 ഇയേഴ്സിലെ റിവോൾട്ടിൻ്റെ റിസൾട്ടാണ്. സോ ഹൗ ഐ റൂട്ട് ഇറ്റ് വാസ്, എൻ്റെ ഫസ്റ്റ് പേഴ്സൺ അനലിറ്റിക്കൽ പോയിന്റ്. ഓക്കെ, ഈ ദ പെസൻറ്റ് റിവോൾട്ട്സ് ആഡ് ഇൻഫ്ലുവൻസ്. ദെൻ എക്സാമ്പിൾ ഐ റൂട്ട് ആ ഒരു 100 ഇയർ പീരീഡിലുള്ള 1 or 2 പെസൻറ്റ് റിവോൾട്ട് എഴുതി. ദെൻ ഹൗ ട്രൈബൽ റിവോൾട്ട് ഹാഡ് ഇൻഫ്ലുവൻസ് ദിസ്, കുറച്ച് ട്രൈബൽ റിവോൾട്ട്സ് എഴുതി. സോ ഹിസ്റ്ററി ഹൗ ഐ വർക്ക് വാസ്, കുറച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സും എക്സാമ്പിൾസ് ഒക്കെ ഒരു അനലിറ്റിക്കൽ വ്യൂ കൊടുത്തിട്ട് ദെൻ ഐ ഇൻക്ലൂഡഡ് ദീസ് എക്സാമ്പിൾസ് ആൻഡ് ഫാക്ട്സ് ഇൻ ദി ആൻസർ. ദാറ്റ്സ് ഹൗ ഹിസ്റ്ററി വർക്ക് ചെയ്തത്. വെൻ വി സ്പീക്ക് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ, കുറച്ച് ഡയഗ്രാംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മാപ്പ് ഡിഫറെൻറ്റ്, നമുക്കിപ്പം ടെമ്പിൾ ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡ്രോൺ ദാറ്റ്. ദെൻ കുറച്ച് മാപ്സ്, ഇപ്പം ബിംബേഡ് പാലിയോലിത്തിക് സൈറ്റ്സ് അല്ലെങ്കിൽ ഹാരപ്പൻ സൈറ്റ്സ്, അങ്ങനെ കുറച്ച് സൈറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്ന മാപ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ഹാഡ് പ്രിപ്പയർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ. ജോഗ്രഫി, നെക്സ്റ്റ് ഏരിയ ഞാൻ ജോഗ്രഫിയെ പറ്റി പറയാം. ജോഗ്രഫി അഗെയിൻ ഐ ഹാഡ് പ്രിപ്പയർഡ് എ ഹോൾ ലോട്ട് ഓഫ് മാപ്സ്. അഗ്രികൾച്ചർ, ദർ ആർ സം ഏരിയാസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ഇൻഡസ്ട്രീസ്, ക്രോപ്പിംഗ് പാറ്റേൺ, ക്രോപ്പ്, അതൊക്കെ നമുക്ക് ജോഗ്രഫിയിൽ എപ്പോഴും വരുന്ന ഏരിയാസ് ആണ്. സോ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ മാപ്പ് ഐ ഹാഡ്. ദെൻ അഗ്രികൾച്ചർ, ഇപ്പം കോട്ടൺ കൾട്ടിവേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ഷുഗർ കെയിൻ. സോ അതിൻ്റെ ബേസിസിൽ ഐ ഹാഡ് പ്രിപ്പയർഡ് സം മാപ്സ്. ദെൻ കുറച്ച് പോയിന്റേഴ്സ്. ദി അതർ തിങ് ഐ ഡിഡ് വാസ്, ഈ ഒരു ടോപ്പിക്സിനെല്ലാം കുറച്ച് ജോഗ്രഫി, ഹിസ്റ്ററിക്ക് അങ്ങനെ പോയിന്റ്സ് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ ഫോർ ജോഗ്രഫി ടോപ്പിക്സ് ഐ ഹാഡ് പ്രിപ്പയർഡ് സം നോട്ട്സ്. കുറച്ച് കമ്മിറ്റീസ്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഹാഡ് ഹെൽപ്പ് മീ ആക്ച്വലി ഇൻ ദി ഒറിജിനൽ എക്സാമിനേഷൻ. ഒറിജിനൽ എക്സാമിനേഷൻ there was a question, impact of global warming on coral reefs. So I had drawn the world map. എന്നിട്ട് coral reefs നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഗ്രീറ്റ് ബാരിയർ റീഫ് ഉണ്ട്, ഇന്ത്യൻ നമ്മുടെ വാട്ടേഴ്സിലുണ്ട്. സോ ആ coral reefs ഒക്കെ I had marked. And I believe idokke had fetched me some extra marks. Then I would talk about Indian society. Indian society fortune notes ആണ് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത്, വിച്ച് ഹാഡ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. റീസെൻ്റ് ആയിട്ട് തന്നെ ഇപ്പം ഒരു വിമൻ ഇഷ്യൂ അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂ, പോപ്പുലേഷൻ, ഫോർ എവറിത്തിങ് കുറച്ച് റീസെൻറ്റ് എക്സാമ്പിൾസ് നോട്ട്സിലുണ്ടായിരുന്നു. അതർ ദാൻ ദാറ്റ് ന്യൂസ് പേപ്പറിൽ നിന്ന് എവറി ഡേ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കും, പക്ഷേ ന്യൂസ് പേപ്പറിൽ നിന്ന് ഐ നെവർ മെയ്ഡ് ഇലോബറേറ്റ് നോട്ട്സ്. കുറച്ച് മെയിൻ സ്പെസിഫിക് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് കാണും. ആൻഡ് മോസ്റ്റ്ലി നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി പോലുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് പോലുള്ള ഏരിയാസ് എപ്പോഴും ന്യൂസിൽ കാണും. സോ ഐ യൂസ് ടു മേക്ക് നോട്ട് ഓഫ് ഓൾ ദീസ് പോയിന്റ്സ് ആൻഡ് ഇതൊക്കെ ഞാൻ എക്സാമിന് യൂസ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ദർ വാസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് വിമൻ. സോ നമുക്കറിയാം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇനിഷ്യേറ്റീവ് ഉണ്ട്, ആൻഡ് സോ മെനി ഗവൺമെൻറ് സ്കീംസ് ആർ there with respect to women. So in the way forward il eppozhum korchu government schemes കാണും. This is how I worked Indian society answer. Indian society alla generally parayanengil every answer where there is a critically examined oru question varumbo I always conclude with a way forward. നമ്മളൊരു ഇഷ്യൂ എഴുതുകയാണെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു വേ ഫോർവേഡ് ഓൾസോ ഐ ഓൾവേസ് ഗേവ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ തിങ് ഐ ഡിഡ് വാസ് വർക്ക്ഡ് ഓൺ മൈ ഇൻട്രോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇൻട്രോ എപ്പോഴും എനിക്ക് അറിയാമെന്നുള്ള എന്തെങ്കിലും ഒരു ഫാക്ട് കാണും. നമുക്കൊരു ക്വസ്റ്റ്യനും അങ്ങനെ കംപ്ലീറ്റ്ലി ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും.
unless it's too technical type of question which UPSC doesn't ask. ബാക്കിയെല്ലാം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഐ ഓൾവേസ് മേഡ് ഷുവർ ദാറ്റ് ഇതൊക്കെ ഇൻട്രോസിൽ വരും അല്ലെങ്കിൽ കൺക്ലൂഷനിൽ കാണും. പിന്നെ കുറച്ച് റെഡി കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. എവറി വൺ വുഡ് സേ ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകം, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സോ അങ്ങനെ കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട് വിച്ച് ഐ ഹാഡ് അഗെയിൻ യൂസ്ഡ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സോ ദീസ് തിങ്സ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചതും ഐ ഹാഡ് യൂസ്ഡ് ഇൻ ദി എക്സാമിനേഷൻ. സോ ദിസ് ഇസ് അബൌട്ട് GS1. Thanks, Safna. So now you have given an idea about how you structure your answer, and you have also detailed out how you approach GS1. So now let's move on to the other GS papers 2, 3 and 4. So what was your strategy for GS2 like? So GS2 we have Indian polity, governance, social justice and IR. So for polity നമ്മൾ ഓൾറെഡി ലക്ഷ്മികാന്ത് പഠിച്ചിട്ടുണ്ട്. ദി ഓൺലി തിങ് ഐ ഡിഡ് വാസ് കുറച്ച് ആർട്ടിക്കിൾസ് നോട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം ലക്ഷ്മികാന്ത് ഇറ്റ്സെൽഫ്, ആർട്ടിക്കിൾസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ്. ഇത് നോട്ട് ചെയ്ത് വെച്ചു. ആൻഡ് നമ്മുടെ ആൻസേഴ്സിൽ ഐ യൂസ് ദിസ്. എക്സാമിന് അറ്റോർണി ജനറലിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് ദി ആർട്ടിക്കിൾ വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് അബൌട്ട് ഹിം. സോ ഇതാണ് പോളിറ്റി പാർട്ടിന് മോസ്റ്റ്ലി ഐ ഡിഡ്. ഫോർ ഗവർണൻസ് മുനിസറിൻ്റെ നോട്ട്സിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട് അബൌട്ട് എവറി സിംഗിൾ തിങ്. ഗവർണൻസിൻ്റെ ഓരോ ടോപ്പിക്സിനും എക്സാമ്പിൾസ് ഉണ്ട്. സോ അത് ഞാൻ നന്നായിട്ട് തറവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി പറ്റുന്ന ആൻസേഴ്സിനൊക്കെ ഐ യൂസ് ദീസ് എക്സാമ്പിൾസ്. ഫോർ സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് എഡ്യൂക്കേഷൻ, പോവർട്ടി, ഹങ്കർ ഇങ്ങനെ കുറച്ച് വെൽഫെയർ സ്കീംസ് ഒക്കെയാണ്. ഫോർ ഗവൺമെൻറ് സ്കീംസിനൊക്കെ കുറച്ച് ഗവൺമെൻറ് സ്കീംസ് എല്ലാ മിനിസ്ട്രിയുടെ ഗവൺമെൻറ് സ്കീംസ് ഞാൻ നോട്ട് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ഐ ഹാഡ് മെയ്ഡ്. ഫോർ ദി അതർ പാർട്ട് എഡ്യൂക്കേഷൻ, ഹങ്കർ, എഗെയിൻ ഫോർ ദീസ് ഓൾസോ കുറച്ച് 4-3 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇനിഷ്യേറ്റീവ്സ്. സോ ഇങ്ങനെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദിസ് വാസ് മൈ ജനറൽ സ്ട്രാറ്റജി. ഫോർ ഇൻ്റർനാഷണൽ റിലേഷൻസ് അതർ ദാൻ നിതിൻ സാറിൻ്റെ നോട്ട്സ് കൂടാതെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാപ്സ് പ്രിപ്പയർ ചെയ്തു. ബിംസ്റ്റെക്, സാർക്ക്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, അതിനൊക്കെ മാപ്സ് പ്രിപ്പയർ ചെയ്തു. ആൻഡ് നമുക്ക് IR എവിടെയൊക്കെ മാപ്സ് കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ ഐ ഹാഡ് യൂസ് മാപ്സ്. ദെൻ IR എഗെയിൻ ഒരു സ്ട്രക്ചർ ഇട്ടാണ് പഠിച്ചത്. സ്ട്രാറ്റജിക് റിലേഷൻ, ഇക്കണോമിക്, കൾച്ചറൽ. സോ ഒരു 5 റിലേഷൻ ബിറ്റ്വീൻ രണ്ട് കൺട്രീസിന് തമ്മിലുള്ള ഒരു 5 ആസ്പെക്ട്സ് അതിൽ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെയാണ് IR പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദ നെക്സ്റ്റ് ഇസ് GS3. ഫോർ ഇക്കണോമിക്സ് എഗെയിൻ ഈച്ച് ടോപ്പിക്കിന് ഐ ഹാഡ് സം 3-4 പോയിന്റ്സ്. സ്കീംസ് ഒക്കെ യൂസ് ചെയ്തു. ദെൻ കമ്മിറ്റീസ്. വൺ തിങ് ഐ വോണ്ട് ടു സ്ട്രെസ്സസ്, നമ്മൾ പ്രിലിംസിന് കുറേ പഠിക്കും സർ, കറണ്ട് അഫെയർസ് ആണെങ്കിലും അല്ലാതെ ഇക്കണോമിക്സ്, എവറിത്തിങ് വി സ്റ്റഡി എ ലോട്ട്. ദി തിങ് ഇസ് we have to ensure that we use this in the examination. Means is all about how you structure your answer and how well you are able to reproduce the things that you have studied. This is one thing I did. ഞാൻ പഠിച്ച പ്രിലിംസിനും കറണ്ട് അഫെയർസിലൊക്കെ പഠിച്ച തിങ്സ് ഐ മേ എൻഷുർ ദാറ്റ് ഐ യൂസ്ഡ് ഇറ്റ് ഹിയർ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ ശാന്താകുമാർ കമ്മിറ്റി ഈസ് സംതിങ് ഐ ഹാഡ് ലേൺ ഫോർ പ്രിലിംസ്. ഐ യൂസ്ഡ് ഇറ്റ് ഇൻ ദി ആൻസർ. സോ ഇതാണ് ജനറലി ഇക്കണോമിക്സ് ചെയ്തിട്ടുള്ളത്. വെൻ ബയോഡൈവേഴ്സ്, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി. എഗെയിൻ ഫോർ ദീസ് ഏരിയാസ് ഫോർച്യൂൺ നോട്ട്സ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എഗെയിൻ കുറച്ച് പോയിന്റ്സ് എല്ലാ ഏരിയാസിലും നോട്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ കുറച്ച് കമ്മിറ്റീസ്, ഇപ്പം ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആണെങ്കിൽ ബോർഡർ മാനേജ്മെൻറ്റ് ഏരിയാസിലൊക്കെ ഐ ഹാഡ് പ്രിപ്പയർഡ് മാപ്സ്. ഇന്ത്യ ആൻഡ് മ്യാൻമാർ, ഇന്ത്യ ബംഗ്ലാദേശ് മാപ്സിൽ കുറച്ച് മാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓൾസോ ഐ ഹാഡ് എ സെറ്റ് ഓഫ് മാപ്സ്. എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയാസ് ഇന്ത്യയിൽ ഏതൊക്കെയാണ്, വോൾക്കാനോസ്. സോ ഈ ഒരു ദിസ് ഹാസ് ഓൾസോ ഹെൽപ്പ് മീ ഇൻ ദി എക്സാമിനേഷൻ. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ ഡിസാസ്റ്റർ വൾണറബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ മാപ്പിൽ ഐ ഹാഡ് മാർക്ക്ഡ് എർത്ത്ക്വേക്ക് വൾണറബിൾ റീജിയൻസ് ഏതാണ്. സോ തിങ്സ് ദാറ്റ് ഐ ഹാഡ് ഡൺ ബിഫോർ ഒക്കെ എനിക്ക് ആക്ച്വലി ഇത്തവണത്തെ മെയിൻസിന് യൂസ്ഫുൾ ആയിരുന്നു. GS4 എത്തിക്സ്. എത്തിക്സ് ഇസ് വൺ ഏരിയ ഇനീഷ്യലി എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ആൻസർ എഴുതാനൊക്കെ. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണ് എത്തിക്സിൽ പഠിക്കേണ്ടത്, കുറേ വാല്യൂസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഫിലോസഫേഴ്സ്. സോ എവറി വാല്യൂ ഐ പ്രിപ്പയർഡ് എ ഡെഫിനിഷൻ. എക്സാമ്പിൾ കമ്പാഷൻ, ടോളറൻസ്, ഇൻറ്റഗ്രിറ്റി. ഐ പ്രിപ്പയർഡ് എ ഡെഫിനിഷൻ ആൻഡ് എ സെറ്റ് എക്സാമ്പിൾ. ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ, ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ഓൺ ഇൻറ്റഗ്രിറ്റി, വാട്ട് എക്സാമ്പിൾ, ഒരു പേഴ്സൻ്റെ എക്സാമ്പിൾ ഉണ്ടായിരുന്നു. സിവിൽ സർവൻസ് ആൻഡ് കുറേ ഫേമസ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഐ ഹാഡ് നോട്ടഡ്. വൺ മോർ തിങ് ഐ ഡിഡ് വാസ് കുറച്ച് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ടായി ഫോർ എവറി വേർഡ്. മോസ്റ്റ്ലി ഇൻറ്റഗ്രിറ്റി നമുക്ക് അറിയാം, എത്തിക്സ് സിലബസിലുള്ള എല്ലാ വേർഡ്സിനും കുറച്ച് കോഡ്സ്. ഇമോഷണൽ ഇൻ്റലിജൻസ് വരാണെങ്കിൽ ഐ വോണ്ട് ടു യൂസ് ദിസ് കോഡ്. സോ ഒരു റെഡി സെറ്റ് ഓഫ് കോഡ്സ് ഐ ഹാഡ്. സോ ദീസ് ആർ ദ തിങ്സ് ഐ ഡിഡ്. അത് പിന്നെ കേസ് സ്റ്റഡീസ് വർക്ക് ചെയ്തു. എഗെയിൻ കേസ് സ്റ്റഡീസ്
Nitin sir, one of in my feedback session told that start with an intro. So ethics answer case studies ഒരു intro ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, then stakeholder, then നമ്മൾ ജനറലി അപ്രോച്ച് ആണ് അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇൻ സച്ച് എ സിറ്റുവേഷൻ. സോ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്തു. ആൻഡ് വൺ തിങ് മെയിൻസിൽ എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്, യു ഹാവ് ടു റൈറ്റ് ആൻസേഴ്സ്. only with practice your answer get perfect. ഞാൻ ഫസ്റ്റ് എഴുതിയ ആൻസറും ലാസ്റ്റ് എഴുതിയ ആൻസറും തമ്മിൽ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻറ്റ്. വേ ഫോർവേഡ് ആകട്ടെ, ഇൻട്രോ ആകട്ടെ, ദി എക്സാമ്പിൾസ് ദാറ്റ് ഐ ഹാഡ് യൂസ്ഡ്, എവറിത്തിങ് ഒരു വിത്ത് പ്രാക്ടീസ് ആണ് ബെറ്റർ ആയത്. ആൻഡ് വി ഹാവ് ടു ഇൻ്റർലിങ്ക് തിങ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഒരിടത്ത് പഠിക്കുന്ന എക്സാമ്പിൾ അവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ GS3 പഠിക്കുന്ന ഒരു എക്സാമ്പിൾ വുഡ് കം ഹാൻഡി ഇൻ GS2. സോ അങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്യാൻ പഠിക്കുന്നതും വൺസ് യു റൈറ്റ് ആൻസേഴ്സ് ആണ്. സോ യു ഹാവ് ടു പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. നമുക്ക് എപ്പോഴാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ദാറ്റ് യു ഹാവ് റിട്ടൺ എ ഗുഡ് ആൻസർ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരെ പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. So another important paper which we have not covered till now is essay. Yes, sir. So essay നല്ലൊരു സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്, പക്ഷേ മെനി പീപ്പിൾ ആർ നോട്ട് ഷുവർ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് ബിക്കോസ് മറ്റേതുപോലൊരു വാസ്റ്റ് സിലബസ് ഇല്ല. ഇറ്റ് ഇസ് ആക്ച്വലി എ ഇന്റർലിങ്കിങ് ഓഫ് ഓൾ ദ ടോപ്പിക്സ് വിച്ച് വി ഹവ് സ്റ്റഡീഡ് അല്ലേ. സോ ഹൗ ഡിഡ് യു കൈൻഡ് ഓഫ് ഗോ അബൌട്ട് യുവർ essay preparation? സോ എൻ്റെ ഫസ്റ്റ് essay സെഷൻ സാറാണ് എടുത്തത്. അപ്പം യു ആസ്ക്ഡ് us to write an intro, ഒരു ടോപ്പിക് തന്നിട്ട്. ആ ഒരു ഇൻട്രോ എനിക്ക് എഴുതാൻ പറ്റിയില്ല. മൈ ഇൻട്രോ വാസ് എ GS ആൻസർ ഇൻട്രോ. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് essay വർക്ക് ചെയ്യണം. ആൻഡ് ഫ്രം ദാറ്റ് ടൈം വാട്ട് ഐ ഡിഡ് വാസ് സർ, ക്രിയേറ്റീവായിട്ട് എനിക്ക് എഴുതാൻ ലൈക്ക് വലിയ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഐ മെയ്ഡ് മൈ essay മൾട്ടി ഡയമെൻഷണൽ. സോ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ്, എൻ്റെ essay ഐ മെയ്ഡ് എൻ essay നോട്ട്ബുക്ക്. ഫസ്റ്റ് പേജ് ഇസ് മൾട്ടി ഡയമെൻഷൻ. ഞാൻ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് എഴുതി which you can use in any essay. നമുക്ക് economic, technology, social, cultural. So these are the dimensions that you can bring about in almost every essay. And under each these main dimension കുറച്ച് സബ് ടോപ്പിക്സും എഴുതിയിട്ടുണ്ട്. എഗെയിൻ നമുക്ക് മോസ്റ്റ് എസ്സേസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് ഐ മെയ്ഡ് ഷുവർ വാസ് എൻ്റെ എസ്സേസ് മൾട്ടി ഡയമെൻഷണൽ ആണ്. ബിക്കോസ് എഗെയിൻ നമ്മളൊരു പ്രോബ്ലം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അനലൈസ് ചെയ്യുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ് ഫോർ ദാറ്റ്. സോ ഐ വർക്ക്ഡ് ഓൺ ദാറ്റ് ബേസിസ്. This year essay was about education and health investment കുറവായതുകൊണ്ട് it leads to national backwardness. So ആ essay ഞാൻ അറ്റൻഡ് ചെയ്തത് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്, സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്, കൾച്ചറൽ ബാക്ക്വേർഡ്നെസ്. സോ ഐ ഹാഡ് മെയ്ഡ് ഇറ്റ് മൾട്ടി ഡയമെൻഷണൽ. ഐ കുഡ് ഡു ദാറ്റ് ഇൻ ദി എക്സാം ഹോൾ ബിക്കോസ് ഞാൻ ബിഫോർ ഹാൻഡ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദി നെക്സ്റ്റ് തിങ് ഐ ഡിഡ് വാസ് കോഡ്സ് ഫോർ എവറി ടോപ്പിക്. ജനറലി കുറച്ച് ടോപ്പിക്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറച്ച് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യും. So each topics like education, health, women, I had made some quotes. Then കുറച്ച് famous personalities ൻ്റെ quotes prepare ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈഫ് സ്റ്റോറീസ്, തിങ്സ് ദാറ്റ് സ്ട്രൈക്ക് us. നമ്മൾ ഈ ഒരു പീരീഡിൽ എഗെയിൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോറീസ് ഒക്കെ കിട്ടും. അങ്ങനെ കുറച്ച് സ്റ്റോറീസ് നോട്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഇതൊക്കെ ഐ ഹാഡ് റിട്ടൺ ഇൻ ദാറ്റ് നോട്ട്ബുക്ക്. ആൻഡ് ഇതിടയ്ക്ക് റിവൈസ് ചെയ്തു, പറ്റുന്നതൊക്കെ യൂസ് ചെയ്തു. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ എഴുതുന്ന എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. 1, 2 or 3 മേ ബി 3 തിങ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ ഇതാണ് എൻ്റെ essay സ്ട്രാറ്റജി. വൺ മോർ തിങ് ഇസ് റൈറ്റ് essay. നമ്മൾ only once, everybody has a style. എൻ്റെ സ്റ്റൈൽ മൾട്ടി ഡയമെൻഷനൽ ആണ്, ബട്ട് സംബഡി എൽസ് വുഡ് റൈറ്റ് ഇൻ ഒരു ക്രിയേറ്റീവ് മാനറിൽ എഴുതും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വർക്ക്സ് ഫോർ യു. സോ ഒരു essay എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇറ്റ് ക്ലിക്സ് എന്ന്. യു ഗേവ് മീ ദ ഫീഡ്ബാക്ക് ദാറ്റ് എൻ്റെ essay ഈ ഒരു മോഡലിൽ നല്ലതാണ്. സോ യു റൈറ്റ് ആൻ essay, ദെൻ ഒരു ഫീഡ്ബാക്ക് എടുക്കുക, ആൻഡ് ദെൻ വർക്ക് അപ്പോൺ ദാറ്റ്. നമ്മുടെ സ്റ്റൈൽ എപ്പോഴും കൊണ്ടുപോകുന്നതും കണ്ടിന്യൂ ചെയ്യുന്നത് വുഡ് ബി ബെറ്റർ. സോ again practice makes perfect. So essay practice ചെയ്താൽ മതി. I would love to borrow your essay notebook. Safna, so let's move on to the next stage of the exam, alle? Yes, interview. Interview. That is like the last frontier. Yes sir. So how was your interview preparation? Sir, like everybody at Fortune knows that interview ആണ് ഞാൻ കുറച്ച് ഇഷ്യൂസ് അധികം ഫേസ് ചെയ്തത്. എല്ലാ സ്റ്റേജിലും ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഇമോഷണലി കുറച്ച് ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ വാസ് interview because you had cleared mains and now you are going for interview. And in the first peer interview you were there, and ഇവിടെ നിന്ന് കുറച്ച് ടീച്ചേഴ്സും ആ ഇയർ ഇൻ്റർവ്യൂ പോകുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു സേ എനിത്തിങ്. സർ എന്നോട് ചോദിച്ചത് വാസ് ഹൗ ടു റിവൈവ് ഇന്ത്യൻ ഇക്കോണമി. വൺ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ആർ ദി ഇഷ്യൂസ് ഇൻ അഗ്രികൾച്ചർ. തിങ്സ് ഐ ന്യൂ, പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല. ഒരു 2 words ഐ വുഡ് സേ, ദെൻ ഞാൻ ഭയങ്കര പറയാൻ പറ്റാതെ ഐ വുഡ് ഫീൽ സോ ഹെൽപ്ലെസ്. സോ എഗെയിൻ അതിൻ്റെ ഒരു വീക്ക് ഏരിയയാണ്, ബിക്കോസ് ഐ ഹാഡ് ദിസ് ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. അതിൻ്റെ ഒരു ഫിയർ ആണ്. പക്ഷേ ദെൻ ഐ റിയലൈസ് ദാറ്റ് ആ ഒരു ഫിയർ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോവാതെ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. സോ ഐ മെയ്ഡ് മൈസെൽഫ് ഏബിൾ ഇനഫ് ടു സ്പീക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ അഡ്രസ്സ് ചെയ്യാൻ എന്നെ ഏബിൾ ആക്കി.
ദ തിങ് ഐ ഡിഡ് വാസ് അന്ന് ആഫ്റ്റർ ആ ഒരു കുറച്ച് ഇമോഷണൽ സിറ്റുവേഷന് ശേഷം ഐ സ്റ്റാർട്ടഡ് സേയിങ് ആൻസേഴ്സ്. മിററിൻ്റെ ഫ്രണ്ടിൽ ഐ വുഡ് ആസ്ക് മൈസെൽഫ് ക്വസ്റ്റ്യൻ, ആൻസേഴ്സ് പറയാൻ തുടങ്ങി. എൻ്റെ ഐ ഹാവ് 2 sisters, സോ ചേച്ചിമാർ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയും. എഗെയിൻ ഇവിടെയും എവറി വൺ ഓഫ് മൈ മെൻറ്റേഴ്സ് യൂസ് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, ഐ വുഡ് ആൻസർ. ഐ ഹാവ് എ പിയർ ഗ്രൂപ്പ്, ദേ ആസ്ക് ക്വസ്റ്റ്യൻ. സോ ദിസ് വാസ് എ പ്രോസസ് ആൻഡ് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഗ്രോ ചെയ്തൊരു പ്രോസസ്സ്. ഹാഡ് ഐ നോട്ട് ഡൺ ദാറ്റ്, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിലിരുന്ന് സംസാരിക്കില്ല. ആൻഡ് ദി നെക്സ്റ്റ് തിങ്, സോ ഫസ്റ്റ് വാസ് എൻ്റെ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഐ അഡ്രസ്ഡ്. ആൻസേഴ്സ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു സോ ദാറ്റ് ബെറ്റർ ആയിട്ട് കൺവേ ചെയ്യാനും പറ്റും. ആൻഡ് ഐ ഡോണ്ട് സിറ്റ് മാം, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാതിരിക്കില്ല, ആ ഒരു തിങ് കറക്റ്റ് ചെയ്തു. ദ നെക്സ്റ്റ് തിങ് വാസ് കുറച്ച് നമ്മൾ പഠിക്കണം, ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. തിങ്സ് ദാറ്റ് ജനറലി ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് വുഡ് ബി നമ്മുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം, നമ്മുടെ ഡാഫ്. ദെൻ ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇക്കണോമിക്സ്, സോ എൻ്റെ ഇക്കണോമിക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ്. ദെൻ സോഷ്യോളജി ആൻഡ് കറണ്ട് ഇവൻറ്റ്സ്, ഈ ഏരിയാസിലൊക്കെ ഐ പ്രിപ്പയർഡ്. ഐ അറ്റൻഡ് മോക്ക് ഇൻ്റർവ്യൂസ്, സോ അതിൻ്റെ സജഷൻസിൻ്റെ ബേസിസിൽ കുറച്ചുകൂടി വർക്ക് ചെയ്തു. ഇൻ വൺ മോക്ക് ഇൻ്റർവ്യൂ എനിക്ക് ഇക്കണോമിക്സ് കുറച്ച് ആൻസേഴ്സ് പറയാൻ പറ്റിയില്ല. ദെൻ ഐ റിസീവ്ഡ് ഹെൽപ്പ്. അരുൺ സർ യൂസ് ടു കോൾ മീ വെനെവർ ഹി വാസ് ഫ്രീ. എന്നിട്ട് ഇക്കണോമിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് സർ ലൈക്ക് ഹി യൂസ് ടു ടേക്ക്, യു ക്യാൻ സേ ദീസ് പോയിന്റ്സ്, പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആൻഡ് മൈ ഇൻ്റർവ്യൂ ഗോട്ട് പോസ്റ്റ്പോൺ. ആക്ച്വലി കോവിഡ് കാരണം മാർച്ചിൽ നടക്കാനുള്ളത് വാസ് ജൂലൈ. സോ എഗെയിൻ ആ ഒരു വി ഹാഡ് ടേക്കൺ എ ലോങ് ബ്രേക്ക് പ്രിപ്പറേഷനിൽ നിന്ന്. ദെൻ ജൂണിലാണ്, സമയർ ഇൻ ജൂൺ 10th or 15th ആയപ്പോഴാണ് എഗെയിൻ വി ഗോട്ട് ദി ഇൻ്റർവ്യൂ കോൾ. സോ ഫ്രം ദാറ്റ് ഡേ എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ടൈമിൽ എഗെയിൻ കോവിഡ്, IR ക്വസ്റ്റ്യൻസ്, ഇക്കണോമിക്സ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എഗെയിൻ ഐ സ്റ്റാർട്ടഡ് സേയിങ് ആൻസേഴ്സ്. ആൻഡ് വൺ തിങ്, ഞാൻ മോക്ക് ആ ഒരു സമയത്ത് എടുത്തില്ല, ബിക്കോസ് മോക്ക് എടുത്ത് ഇനിയിപ്പം പറയാൻ പറ്റിയില്ല എന്നൊരു പേടിയാണ്. പക്ഷേ ഐ ഡിഡ് 1-on-1s ചെയ്തു. എന്നെ ആനന്ദ് സർ എന്നും ലാസ്റ്റ് 2 weeks എവറി ഡേ ആഫ്റ്റർനൂൺ ആനന്ദ് സർ എന്നെ വിളിച്ചിട്ട് ഹി യൂസ് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഞാൻ ആൻസേഴ്സ് പറയുമായിരുന്നു. എന്നിട്ട് സർ ലാസ്റ്റ് പറയും, ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബെറ്റർ ചെയ്യായിരുന്നു, യു കുഡ് ഹാവ് ഇൻക്ലൂഡഡ് ദീസ് പോയിന്റ്സ്. സോ ആ ഒരു ഫീഡ്ബാക്ക് സർ എന്നെ ഒരു ദിവസം വിളിച്ചു, എഗെയിൻ ഫോൺ കോൾ, ബിക്കോസ് വി കുഡ്ന്റ് മീറ്റ് ദെൻ. എഗെയിൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഐ ആൻസേർഡ്, സർ കുറച്ച് ഫീഡ്ബാക്ക് തന്നു ആൻഡ് ഐ വർക്ക്ഡ് ഇറ്റ്. സോ ദിസ് എൻറ്റയർ പ്രോസസ് വാസ് അബൌട്ട് ഹൗ യു ഗ്രോ, ഹൗ യു കറക്റ്റ് യുവർ സെൽഫ് ആൻഡ് ഹൗ യു ഗ്രോ. So that was my interview preparation. Okay, so that was it about your interview preparation. So I think Safna'യുടെ ഏറ്റവും biggest strength or your hallmark is that you are open to feedback, open to correct yourself, open to self introspect. ഇപ്പോൾ നമ്മൾ പലരോടും ലെറ്റ്സ് സേ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അത് ചെയ്തിട്ടില്ല. ബട്ട് യു ഹാഡ് ദാറ്റ് ഡ്രൈവ് ടു ഗോ ആൻഡ് ഡു ഇറ്റ്. ഐ തിങ്ക് അതാണ് സഫ്നയെ പലരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ. ഐ ഡോണ്ട് നോ വെദർ യു റിയലൈസ് ഇറ്റ്, ബട്ട് യെസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ തിങ്സ്. സോ ഗുഡ് സഫ്ന. ഐ വൈൻഡ് അപ്പ് വിത്ത് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഇതൊരു ലോങ് ജേർണിയാണ്. ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് 2 years ജനറലി. സോ സഫ്ന ഇവിടെ 1 വർഷം പ്രിപ്പയർ ചെയ്തു, പിന്നെ എക്സാം പ്രോസസ് ഇറ്റ്സെൽഫ് ഇസ് 1 year. സോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. യു അക്യുമുലേറ്റ് എ ലോട്ട് ഓഫ് നോളജ്, ബട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ദാറ്റ് മെനി ആസ്പിറൻസ് ഫേസ് is that they are not able to recall it or reproduce it. എന്ന് പറഞ്ഞാൽ എക്സാം നടക്കുമ്പോൾ അത് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് റീകോൾ ചെയ്യാൻ പറ്റാറില്ല. സോ ഹൗ ഡിഡ് യു കൈൻഡ് ഓഫ് റിവൈസ് ദ ടോപ്പിക് സോ ദാറ്റ് ഇറ്റ് സ്റ്റേഡ് ഫ്രഷ് ഇൻ യുവർ മെമ്മറി? ഓക്കെ സർ, എൻ്റെ റിവിഷൻ സ്ട്രാറ്റജി വാസ്, ഞാൻ ജനറലി പഠിക്കുമ്പോൾ ലൈക്ക് ഫസ്റ്റ് 4 days അല്ലെങ്കിൽ 5 days a week പഠിക്കുന്നത്, 6th day I used to revise. ദിസ് വാസ് മൈ റിവിഷൻ സ്ട്രാറ്റജി ഫ്രം വെരി സ്റ്റാർട്ട്. ലൈക്ക് ജൂലൈ 2018 തൊട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിക്ക് പഠിക്കുന്ന സംഭവം നമ്മൾ ഒരു വിത്തിൻ എ വീക്ക് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മെമ്മറൈസ് ആയിട്ടുണ്ടായി. ദെൻ ദി നെക്സ്റ്റ് തിങ് ഐ ഡിഡ് വാസ്, നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ ചെയ്യുമല്ലോ, പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, ഇപ്പം പ്രിലിംസ് ആണെങ്കിൽ PTS കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ഏരിയാസ് ഒക്കെ എപ്പോഴും തെറ്റും. സോ ഐ വെൻറ്റ് ബാക്ക്, ടുക്ക് ദാറ്റ് ബുക്ക്, റിവൈസ് ചെയ്യും. വൺ അതർ തിങ് ഐ ഡിഡ് വാസ് ആൻസർ കീസ്. സെക്ഷണൽ PTS ചെയ്യുമല്ലോ, സെക്ഷണൽ PTSൻ്റെ ആൻസർ കീസ് എടുത്തിട്ട് റിവൈസ് ചെയ്യും. സോ ദാറ്റ് നമുക്ക് കുറച്ച് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് പ്രിലിംസിൻ്റെ റിവിഷൻ ആണെങ്കിൽ ദ ലാസ്റ്റ് 3 months, എസ്പെഷ്യലി ലാസ്റ്റ് 2 months, April and May, ഇറ്റ് വാസ് ഓൾ അബൌട്ട് റിവിഷൻ, കറണ്ട് അഫെയർസ്, സ്റ്റാറ്റിക് പോർഷൻസ്. പക്ഷേ റാൻഡം ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബി സ്പെസിഫിക്, എന്താണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. സോ ഐ പ്ലാൻഡ് ലാസ്റ്റ് 2 months എന്താ ചെയ്യേണ്ടത് പ്രിലിംസിന് മുന്നേ എന്നുള്ളതും ഐ ഹാഡ് എ പ്ലാൻ. എൻ്റെ റിവിഷൻ വാസ് ഫോക്കസ്ഡ് അപ്പോൺ എഗെയിൻ മൈ സ്ട്രെങ്ത്, വീക്ക് ഏരിയാസ്. ഞാൻ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തെറ്റുന്ന, എപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് തെറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് റിവൈസ് ചെയ്തു. തിങ്സ് ദാറ്റ് വെർ ജനറലി എനിക്ക് കറക്റ്റ് ആവുന്ന ഏരിയാസ്,
സം ഏരിയാസ് ലൈക്ക് പോളിറ്റി മോഡേൺ ഹിസ്റ്ററി ഒക്കെ എൻ്റെ സ്ട്രോങ് ഏരിയാസ് ആണ്. സോ അത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകും. അത് ഞാൻ പെട്ടെന്ന് ആൻസർ കീസ് റെഫർ ചെയ്തിട്ട് ഐ ജസ്റ്റ് യൂസ് ടു മേക്ക് ഓക്കെ ദീസ് ആർട്ടിക്കിൾ ദീസ് ഫാക്ട്, കുറച്ച് ഫാക്ട്സ് പെട്ടെന്ന് പോകും. അതർ ഏരിയാസ് കുറച്ചധികം ഫോക്കസ് എടുത്ത് ടൈം എടുത്ത് റിവൈസ് ചെയ്തു. വെൻ വി സ്പീക്ക് ഓഫ് മീൻസ് ഐ ടോൾഡ് യു ഞാൻ കുറച്ച് പോയിന്റേഴ്സ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ദ ലാസ്റ്റ് 1 week വാസ് ആ ഒരു പോയിന്റ്സ് ആ ഒരു നോട്ട്സ് എക്സാമ്പിൾസ് റിവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻസ് ബിക്കോസ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ ഹാപ്പൻസ് ഇൻ 5 days. ഫസ്റ്റ് 3 days essay, GS1, GS2, GS3 ആൻഡ് GS4. നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും പഠിക്കാനുള്ള പറ്റില്ല. ലൈക്ക് ബോത്ത് ഫിസിക്കലി ഇമോഷണലി നമ്മൾ കുറച്ചധികം ടയേർഡ് ആയിരിക്കും. ബട്ട് ഐ ഹാഡ് സം കുറച്ച് ക്രിസ്പ് കൺസൈസ് നോട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീക്കിൽ പെട്ടെന്ന് ഇത് റിവൈസ് ചെയ്യാൻ പറ്റി. ഈവൻ ബിഫോർ ദി എക്സാമിനേഷൻ, ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോൾ 1 or 2 hours നമ്മൾ പഠിക്കും. എത്ര പഠിക്കില്ല എന്ന് പറഞ്ഞാലും വിൽ ജസ്റ്റ് ഗോ ത്രൂ സംതിങ്. സോ ആ ഒരു 1-2 hours വാട്ട് ഹാപ്പൻഡ് വാസ് എൻ്റെ ഈ നോട്ട്സ് ഞാൻ റിവൈസ് ചെയ്തു. സോ മൈ അഡ്വൈസ് വുഡ് ബി മെയിൻസിന് കുറച്ച് സെൽഫ് നോട്ട്സ് വി ഹാവ് ടു പ്രിപ്പയർ, പക്ഷേ വളരെ കൺസൈസ് ആയിട്ട് അത് റിവൈസ് ചെയ്യുക. പ്രിലിംസിൻ്റെ റിവിഷൻ വുഡ് ബി നമ്മുടെ സ്ട്രോങ് വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ബിഫോർ ഹാൻഡ് ഒരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാനിൻ്റെ ബേസിൽ റിവൈസ് ചെയ്യുക. So Safna, the prelims is just 1 month away. What is your last minute tips that you want to give your friends who are going to write prelims next month? My tips would be, first thing is take comprehensive test because question solving skillum വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. There will be questions in original prelims which we do not know. നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും കാണും, പക്ഷേ യു ക്യാൻ മേക്ക് ദാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ട് ഇഫ് യു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ. ഫോർ ദാറ്റ് നമ്മൾ ആ ഒരു ഇഫ് യു ടേക്ക് സോ മെനി കോംപ്രിഹെൻസീവ് ടെസ്റ്റ്, അതിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഓൾറെഡി സോൾവ് ചെയ്ത് വരുമ്പോൾ യു വിൽ ഹാവ് ദാറ്റ് സ്കിൽ. സോ ടേക്ക് കോംപ്രിഹെൻസീവ് ടെസ്റ്റ്. ദ സെക്കൻഡ് ഇസ് ഒരു ചെക്ക് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടു റിവൈസ്. യു ഹാവ് ടു റിവൈസ്. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത ഏരിയാസും അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് റിവൈസ് ചെയ്യണം. സോ ദർ ഇസ് എ ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ലൈക്ക് ഫോർച്യൂൺ ഹാസ് ആൻ ഇനിഷ്യേറ്റീവ് പ്രിലിംസ് പ്രീലൂഡ്. സോ ദാറ്റ് you can use as a checklist, read those topics, the hot topics that are frequently asked. അതിൻ്റെ ബേസിസിൽ നമ്മുടെ റിവിഷൻ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റും. ദി അതർ തിങ് ഇസ് കുറച്ച് ഫ്രീക്വൻ്റ്ലലി ആസ്ക് ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് വാട്ട് ഐ ഡിഡ് വാസ് നാഷണൽ പാർക്ക്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ് സ്കീംസ്, അങ്ങനെ കുറച്ച് ഏരിയാസ് എപ്പോഴും വരാറുണ്ട് വിച്ച് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ബൈ അനലൈസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ആ ഒരു ടോപ്പിക്സ് ഞാൻ ഈ ഒരു ലാസ്റ്റ് 1 month അനലൈസ് ചെയ്തിട്ടുണ്ട്. The next and final thing I want to tell you is go with a calm, composed mind because the emotional stability is very much important in this examination. നമ്മൾ ക്ലിയർ ആകും എന്ന ഫുൾ വിശ്വാസത്തോടെ തന്നെ പോയി പ്രിലിംസ് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.